ഇന്ന് രാത്രിയിൽ നമ്മുടെ അഞ്ചലില് കനത്ത മഴയാണ് പെയ്തത്. ആ മഴയെയും അവഗണിച്ചുകൊണ്ട് ഈ ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ? സമയം രാത്രി 9 മണിയോടടുക്കുന്നു. അക്ഷമരായി കാത്തിരുന്ന ആളുകളെ ആവേശത്തിലാക്കിക്കൊണ്ട് ആ ഒരു ഘോഷയാത്ര കടന്നു വന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന തലയെടുപ്പന്മാരായിട്ടുള്ള കൊമ്പന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ ഒരു ഘോഷയാത്ര അഞ്ചൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നപ്പോൾ നൂറുകണക്കിന് ആനപ്രേമികളുടെയും കാണികളുടെയും ആവേശത്തിന് അഞ്ചലിന്റെ മണ്ണ് സാക്ഷിയായി. ഈ ഒരു ഘോഷയാത്രയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്ന്, കൊമ്പന്മാരെ എല്ലാം അഞ്ചലിന്റെ ഹൃദയഭാഗത്ത് അണിനിരത്തിക്കൊണ്ടുള്ള ഈ ഒരു കാഴ്ച തന്നെയാണ്. തിടമ്പേറ്റ ആനകൾ മാറ്റു നൽകുന്ന ഈ ഒരു മഹോത്സവത്തെ അഞ്ചൽ പൂരം എന്നറിയപ്പെടുന്നു. കണ്ടില്ലേ, അത്രത്തോളം ആളുകളാണ് ഈ ഒരു മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് അഞ്ചൽ ജംഗ്ഷനിലേക്ക് എത്തിയത്. അവരുടെ ആവേശവും സന്തോഷവും എന്റെ ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ആനകൾ മാത്രമല്ല ഈ ഒരു ഘോഷയാത്രയുടെ ഭംഗി, മറ്റനേകം കാഴ്ചകളും കാണികളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു. ചെണ്ടമേളവും കെട്ടുകാഴ്ചയും വിവിധ കലാരൂപങ്ങളും ഒക്കെ തന്നെ ഈ ഒരു ഘോഷയാത്രയുടെ മാറ്റുകൂട്ടുന്നു. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഈ ഒരു ഘോഷയാത്ര അഞ്ചൽ പൂരത്തിന്റെ